ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ വരവും പ്രവചന പഠനമെന്ന 84-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും കർത്താവ് യേശുവിൻ നാമത്തിലെ ക്ഷണിച്ചുകൊള്ളുന്നു. ക്ലാസ് 84 ത്രിതല സ്വർഗത്തിന്റെ 6-ാമത്തെ ഭാഗം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് 2-ാം സ്വർഗം, മധ്യാകാശം അഥവാ നക്ഷത്രമണ്ഡലം. മധ്യാകാശം എന്ന വാക്ക് ബൈബിളിൽ കാണുന്നില്ല. എന്നാൽ 1 തെസ്സലോനി 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തില് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കും. ആകാശമേഘം എന്ന് പറയുന്നത് ഗ്രീക്കിൽ എയാർ എന്നും നമ്മുടെ പാട്ടുകളിലെ അയാർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും ദൈവമക്കളുടെ ആ മരണസമയത്ത് ആയാറിൽ ഒരുമിച്ച് കാണാമെന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ആ ഗ്രീക്ക് വാക്കാണ്. നമ്മൾ പാട്ടുകൊണ്ട് ആയാറിൽ നാം കണ്ടിടുമേ ദൂതർ സേനകളെ. 2-ാം സ്വർഗത്തിന് പറുദീസ എന്ന് കാണുന്നു. 2 കോരിന്ത്യർ 12-ാം അധ്യായം 3-ാമത്തെ വാക്യം, ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. പൗലോസ് പറയുന്നത് പറുദീസയോളം ചെന്നു. ഇതെവിടെയാണ്? കോടി മൈലുകൾക്കപ്പുറത്തെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലം. ദൈവമക്കൾ മരിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവിടെ ചെല്ലും. ദൈവമക്കൾ മരിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്ന സ്ഥലത്തിന്റെ പേരാണ്. അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 15-ാമത്തെ വാക്യം, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. ആ പ്രവചനം അല്ലെങ്കിൽ ആ വാഗ്ദത്തം നിറവേറുന്നത് ഉൽപ്പത്തി 25:8. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു തൻ്റെ ജനത്തോടെ ചേർന്നു. എന്നാൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിനു മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ വിശ്രമിച്ചിരുന്നത് ഭൂമിയുടെ അധോഭാഗത്തെ ഒരു താൽക്കാലിക പറുദീസ ക്രമപ്പെടുത്തിയിരുന്നു. യേശു മരിച്ചു ഉടനെ നേരെ പോയത് ഭൂമിയുടെ അധോഭാഗത്തെ പറുദീസയിൽ ചെന്നു. അവരെ കൂട്ടി നമ്മുടെ കർത്താവ് മുകളിലേക്ക് വരികയാണ്. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ
ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. പഴയ നിയമ വിശുദ്ധന്മാരെ മരിക്കുമ്പോൾ താൽക്കാലികമായൊരു പർദീസ, അത് ഭൂമിയുടെ അധോ ഭാഗത്താണ്. അതിന് ആ പാതാളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഒരിക്കലും അത് നരകമല്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുക. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യം, യാക്കോബ് ഒരു ദുഃഖത്തോടൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങും എന്ന് പറഞ്ഞു. ഇയ്യോബിന്റെ പുസ്തകം 17-ാം അധ്യായം 13, ഞാനോ പാതാളത്തിൽ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു. പഴയ നിയമത്തിൽ ധാരാളം ഭാഗങ്ങളിലെ ഇതിന് പാതാളം പാതാളം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നരകമല്ല. ലൂക്കോസ് 16-ാം അധ്യായം 22-ാമത്തെ വാക്യം, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിൽ കൊണ്ടുപോയി, അതും ഭൂമിയുടെ അധോഭാഗത്തുള്ളതായ ആ പാതാളം അഥവാ അത് സ്വർഗം തന്നെയാണ്. പൗലോസിന്റെ പ്രസ്താവന ഒന്നുകൂടെ നോക്കുക. 2 കൊരിന്ത്യർ 12:3, ആ മനുഷ്യൻ പർദീസയോളം ചെന്നു, അവിടെ ഭാഷയുണ്ട്. ജഡരക്തമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ മനുഷ്യ മാംസരക്തമുള്ളവർക്ക് ആ ഭാഷ അറിയുകയില്ല, സംസാരിക്കാനും പറ്റിയേല. ഒരു കാര്യം മനസ്സിലാക്കണം, സ്വർഗത്തിൽ ഭാഷയുണ്ട്. അതൊരു ഭാഷയായിരിക്കും. പൗലോസ് ഭാഷാ പണ്ഡിതനാണെങ്കിലും ഒരു വാക്ക് ഉച്ചരിപ്പാനോ ഒരു വാക്ക് അത് മനസ്സിലാക്കുവാനോ സാധിച്ചില്ല. ചുരുക്കം പറഞ്ഞാൽ ആ ഭാഷ ഒരുപക്ഷെ ദൂതന്മാരുടെ ഭാഷയായിരിക്കാൻ സാധ്യതയുണ്ട്. പർദീസയിലെ ഭാഷയും ദൂതന്മാരുടെ ഭാഷയും ഒന്നായിരിക്കും. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ദൂതന്മാരുടെ ഭാഷ പിശാചിന് അറിയുകയില്ല. അത് ദൈവത്തിന്റെ വലിയ ഒരു പദ്ധതിയാണ്. ഇനിയും ഇപ്പോൾ പുതിയ നിയമസഭ വിശ്വാസികൾ മരിക്കുമ്പോൾ പോകുന്നത് 2-ാം സ്വർഗം അഥവാ പർദീസയിലായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, എൻ്റെ ചെറിയ സന്ദേശം കേൾക്കുന്ന ജീവിതങ്ങളെ ഭാരങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ആകുല ചിന്തകളോ നിരാശകളോ തകർന്ന മനസ്സിൻ്റെ ഉടമസ്ഥരാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇവിടെ അല്പകാലം മാത്രമേ ഉള്ളൂ. എല്ലാ രോഗങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും മാറ്റണമേ. ഞങ്ങൾക്കൊരു നിത്യരാജ്യം ഉള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വരവേറ്റെടുത്തിരിക്കയാൽ ഞങ്ങൾ ഒരുങ്ങാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാനെന്നും പറയുന്ന ഒരു കാര്യമാണ്, ഭാരതത്തിലെ വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. പ്രാർത്ഥിക്കുക, നിങ്ങളും അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.